വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ചെയ്യുന്നത്. ബട്ടർ സ്കോച്ച് ബ്രെഡ് പുഡിങ്ങാണ് ചെയ്യുന്നത്. ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള എല്ലാ സാധനങ്ങളും, ഐസ്ക്രീം ആയാലും പുഡിങ് ആയാലും നല്ല ടേസ്റ്റിയാണ്. ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പ്രലൈൻ ആദ്യം റെഡിയാക്കാം. അതായത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ്, ബദാമോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സ് ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പിന്നീട് അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഐസ്ക്രീമിലൊക്കെ കാണാറുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ടാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എത്ര നട്ട്സ് ഇടണോ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കാം. നട്ട്സ് കാരമലൈസ് ചെയ്ത് കൂടുതലായിട്ട് ഇടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. കരി പോകാതെ നോക്കണം. ഇതിലായിട്ട് 2 ടീസ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രമാണ് ഇടുന്നത്. ഇത് കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ചൊരു നെയ്യ് വേട്ടിയതാണ്. നമുക്ക് ഇളക്കി ഒന്ന് എടുക്കാനായിട്ട്, പൊടിക്കാനായിട്ട് എളുപ്പത്തിലാണ്. അതിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ചൂടോടുകൂടി ഒഴിച്ചാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഒരു ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കണം. നമ്മുടെ ബ്രെഡ് എല്ലാം ഒന്ന് മുക്കിയെടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മളധികം ബ്രെഡ് പീസ് ചെയ്യുന്നില്ല. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള സോസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ച് നേരം അവിടെ നിന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വിപ്ഡ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് കളർ മാറി കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക.
ബട്ടർ ഉരുകി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഏതെങ്കിലും ഒരെണ്ണം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ 2 ഡ്രോപ്പ്, ഒരു ഫ്ലേവറിനും കളറിനും. തീ കുറച്ചൊന്ന് വെക്കാം. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് മുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം തണുപ്പിൽ, നമ്മുടെ പാത്രമൊക്കെ അധികം ഓയിൽ കണ്ടൻറ് ഇല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഐസ് ഷുഗർ ചേർത്ത് ബീറ്റ് ചെയ്താൽ കുറച്ച് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. അല്ല, ചില റിച്ച് പോലെയുള്ള ചില ബ്രാൻഡുകളുടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഓയിലി കണ്ടൻറ് ഉള്ളതുകൊണ്ട് അതും ഈ പറഞ്ഞ പോലെ നല്ല സ്റ്റിഫായി കിട്ടും. നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചിരിക്കുകയായിരുന്നു ബ്രെഡ് ബട്ടർ സ്കോച്ച് സോസിൽ മുക്കി. ഇപ്പോൾ കണ്ടാൽ അത് ബ്രെഡാന്ന് പോലും പറയത്തില്ല, അതുപോലെ നല്ല രീതിയിൽ സോക്കായി. വിപ്ഡ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് വിപ്ഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു കാർഡോ അല്ലെങ്കിൽ ശരിക്കുള്ള സ്ക്രാപ്പറോ ഉപയോഗിക്കാം. ഒരുവിധം കട്ടിക്ക് തന്നെ പരത്തുക. പിന്നെ വിപ്ഡ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം പൊടിച്ച കാരമലൈസ്ഡ് നട്ട്സിൻ്റെ പൗഡർ മുകളിലിടാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് മാറ്റി വെച്ചിരുന്ന കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജ് വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ പെട്ടെന്ന് അധികം കുക്കിംഗ് ഒന്നും കൂടാതെ തയ്യാറാക്കിയെടുക്കാം. അതോടൊപ്പം നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.